ഹായ് ബഡി, വെൽക്കം ബാക്ക്. രാവിലെ എണീറ്റപ്പോഴാണ് ഈ ഒരു സംഭവം ടയോട്ടയുടെ ഈ ഒരു നോട്ടീസ് കണ്ടത്. ടയോട്ട ഫോർ എവറി ജേർണി ഫ്രം ഹാഷ്ബാക്ക് ടു ഹൈബ്രിഡ് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഒരു ആഡ്. അപ്പോ എല്ലാത്തിന്റെയും പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് നോക്കി. ആ ഫോർച്യൂണറിന്റെ 38 lakh തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഫോർച്യൂണർ വാങ്ങാൻ സാധാരണ ഒരാൾ എന്ത് ചെയ്യും? 10 കൊല്ലത്തോളം പട്ടിപ്പണി എടുത്ത് കാശുണ്ടാക്കി സേവിങ് ലാൻഡ് പ്രോപ്പർട്ടിയും അതേപോലെ ഒരുപാട് സേവിങ്സ് വേറെ സൈഡ് ഹസൽസ് ആയിട്ട് വേറെ ബിസിനസ് കാശുണ്ടാക്കി, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സെലിബ്രിറ്റി അങ്ങനെയൊക്കെ അത്യാവശ്യം കാശുള്ള ഒരു നിലയിലായതിനു ശേഷം ഒരു ഫോർച്യൂണർ ഒക്കെ എടുക്കാൻ മാത്രം ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണ്. സത്യത്തിൽ ഒരാൾക്ക് ഫോർച്യൂണർ എടുക്കണം എന്ത് ചെയ്യണം? ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴൊക്കെയാണെങ്കിലും അവളൊരുമാതിരി പുച്ഛിച്ചു വിടുന്നു, തഴച്ചിലാണ് അവളുടെ മുഖത്ത്. അപ്പൊ എന്നിട്ട് ഞാൻ ഓർക്കുന്നത് എൻ്റെ അനിയത്തിയല്ലേ, എൻ്റെ വീട്ടിലെ എൻ്റെ അനിയത്തിയല്ലേ എന്ന് ഓർത്തിട്ടാണ് ഞാൻ അത്രയും പട്ടിയെ പോലെ പറഞ്ഞ് രക്ഷപ്പെടുത്താൻ നോക്കിയത്. ഇവരെ പോലെ പറഞ്ഞാൽ മതി ഗൈസ്. ഇപ്പത്തെ വ്ളോഗേഴ്സിനൊക്കെ സുഖമാണ്. അമ്മയെ പറ്റിയും അച്ഛനെ പറ്റിയും അച്ഛനെ പറ്റിയും നാട്ടുകാരെ പറ്റിയും ഒക്കെ കുറ്റം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുവിട്ട് കോൺട്രവേഴ്സി ഉണ്ടാക്കി കണ്ടന്റ് ചെയ്താൽ മാത്രം റീച്ച് കിട്ടും ഗൈസ്. റീച്ച് കൊണ്ട് കാശ് കിട്ടും, കാശ് കൊണ്ട് ഫോർച്യൂണർ കിട്ടും ഗൈസ്. അച്ഛൻ പുറത്ത് പൈസയും കൊടുത്തിട്ട് ആളെ വെച്ചിട്ട് നടക്കാഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞൊരു രാത്രി കൊണ്ട് ഫ്രീ ആയിട്ട് എൻ്റെ അമ്മ ചെയ്ത് കാണിച്ചത്. അനിയത്തി ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൂടെ ഗ്രീൻ ഹൗസിൽ വരുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, നീ വരുന്നെങ്കിൽ വന്നു. ഇതിനകത്തുനിന്ന് ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ പ്രോപ്പറായിട്ട് തന്നെ സെറ്റ് ചെയ്തു. പഠിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തിക്ക് ഞാൻ പറഞ്ഞു, ഇടി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ, പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ നിന്റെ കാലിൽ നിന്നിട്ട് വേണം നീ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. ഇങ്ങനത്തെ ലെവലില് കണ്ടന്റ് ചെയ്യുക, ഒരു എന്താണ് ഓൺലി ഫാൻസ് ചെയ്യണ ഒരു ഫീമെയിൽ കണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന് പോലും നിന്നേലും വില ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നു. ലൈക്ക് സ്വന്തം അമ്മേനെയും അനിയത്തിനെയും ഒക്കെ വില കളഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ കണ്ടന്റ് ചെയ്യണം എന്റെ പൊന്നോ. അപ്പൊ അടുത്തൊരു സംഭവം എന്റെ ഡൗട്ടാണ് ഗൈസ്, കാർത്തിക് സൂര്യയെ കുറിച്ച്. കാർത്തിക് സൂര്യ ഈസ് എ ഗുഡ് കണ്ടന്റ് ക്രിയേറ്റർ. ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ ബീസ്റ്റ് ഓക്കെ, ഈസ് എ സൂപ്പർ കണ്ടന്റ് ക്രിയേറ്റർ. ഞാനതല്ല ആളുടെ കണ്ടന്റ്സ് ഒക്കെ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോ മഞ്ജു പിള്ളയെ പറ്റിയാണ് ഇങ്ങനെ ഫുൾ കണ്ടന്റ് ചെയ്തിട്ട്. ആരുടെയാണ് ഡേറ്റിംഗ്? പിന്നെയുള്ള കാര്യം, ഞാൻ ജസ്റ്റ് അൺബോക്സിംഗ് ഡ്യൂണ്ട് ഒക്കെ ഒന്ന് സ്ക്രോൾ ചെയ്തു പോയി. അൺബോക്സിംഗ് ഡ്യൂ സഞ്ജുട്ടൊക്കെ അങ്ങനെ വ്ളോഗേഴ്സിനൊക്കെ ജസ്റ്റ് സ്ക്രോൾ ചെയ്തു പോയി. എല്ലാവരും ഡ്രാമ തന്നെയാണ് കേസ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പലരും കോൺട്രവേഴ്സീസ് എന്ന് പറഞ്ഞിട്ട് ചിലവര് സ്വന്തം ലവേഴ്സിനായിട്ട് ബ്രേക്കപ്പ് ആവുന്നു, ചിലർ അമ്മയായിട്ട് തല്ലുണ്ടാകുന്നു, ചിലർ വന്ന വഴി മറക്കുന്നു, ചിലർ ക്രിഞ്ചിൽ നിന്ന് പിന്നെയും ക്രിഞ്ചിലേക്ക് പോകുന്നു. കേസ് എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? യൂട്യൂബ് ഇൻഡസ്ട്രിയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? യൂട്യൂബ് ആണോ ഇത് സീരിയൽ ആണോ എന്ന് ഡൗട്ട് അടിക്കുന്ന കാര്യത്തിലാണ് ചില സിറ്റുവേഷൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോ ഓക്കെ ബേബി.